നമ്മളെല്ലാവരും എപ്പോഴെങ്കിലൊക്കെ ലൈഫിൽ തെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ? ഒരു ബാഡ് കർമ്മ അല്ലെങ്കിൽ തെറ്റായ ഒരു കാര്യം അറിഞ്ഞോ അറിയാണ്ടോ ചെയ്തു പോയിട്ടുണ്ട്. അത് നമുക്ക് അറിയാം, ആ ഒരു കുറ്റബോധം എപ്പോഴും ഉണ്ടാവും. അത് ശരിയാക്കാനും പറ്റിയിട്ടുണ്ടാവില്ല. അപ്പം ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്ന കാര്യങ്ങൾ 7 ദിവസം നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ദോഷം, നമ്മൾ ചെയ്തു പോയ ആ ഒരു കാര്യത്തിന് അല്ലെങ്കിൽ ഒരു കുറ്റബോധം നമുക്ക് മാറിക്കിട്ടും. ഞാൻ ഗുരുവൊന്നുമല്ല, പക്ഷേ ഞാൻ പേഴ്സണലി ഫോളോ ചെയ്ത കാര്യമാണ്. അത് നമുക്ക് തന്നെ മെന്റലി നമ്മുടെ മൈൻഡ് തന്നെ പീസ്ഫുൾ ആക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിദ്യ. ഞാൻ ബൈ പ്രൊഫഷൻ ഒരു സൊല്യൂഷൻസ് ആർക്കിടെക്റ്റ് ആണ്. പക്ഷേ ഹിന്ദു ഫിലോസഫിയിൽ ഒരുപാട് ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ എനിക്ക് പഠിച്ച് മനസ്സിലാക്കി ഞാനിവിടെ ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഏറ്റവും ആദ്യം നമുക്ക് ഡേ 1, അതായത് ആദ്യത്തെ ദിവസം. ഇതിപ്പം 7 ദിവസം ചെയ്യാനുള്ള കാര്യങ്ങളാണ്. ഓരോ ദിവസം ഓരോ കാര്യമാണ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ആദ്യത്തെ ദിവസമാണ് നമ്മൾ റെസൊല്യൂഷൻ, അതായത് സങ്കല്പ. സംസ്കൃത വേർഡാണ്. അതിൻ്റെ അർത്ഥം ഒരു ഡിറ്റർമിനേഷൻ. നമ്മൾ ന്യൂ ഇയേഴ്സ് ഈവ്, ന്യൂ ഇയർ ഒക്കെ ആകുമ്പം ഒരു റെസൊല്യൂഷൻ എടുക്കും അല്ലെ? അങ്ങനെ തന്നെ നമുക്ക് നമ്മുടെ സെൽഫ് അവെയർ ആവണം. എന്തായിരുന്നു ആ ഒരു കാര്യം നമ്മൾ ചെയ്തു പോയി, ഇനി അതിനുവേണ്ടി നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു നെക്സ്റ്റ് സ്റ്റെപ്പാണ്. പക്ഷെ അത് നമ്മൾ ചെയ്തു, ആ സംഭവം സംഭവിച്ചു എന്നുള്ളൊരു സെൽഫ് അവെയർനെസ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ കൂടെ തന്നെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ത് ചെയ്താലും, നമ്മളിപ്പോൾ ഒരാളോട് സംസാരിക്കുകയാണെങ്കിൽ പോലും അത് ഒരു പോസിറ്റീവ് രീതിയിലായിരിക്കും. പോസിറ്റീവ് കർമ്മ എന്നായിരിക്കും. കർമ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പം സംസാരിക്കുകയാണെങ്കിലും, നമ്മൾ ഒരാളെ പറ്റി ചിന്തിക്കുകയാണെങ്കിലും, എവിടെയെങ്കിലും പോവുകയാണെങ്കിലും അതൊരു പോസിറ്റീവ് നല്ല രീതിയിലായിരിക്കും എന്ന് നമ്മൾ വിചാരിക്കാം. അതാണ് നമ്മൾ ആദ്യത്തെ ദിവസം ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യമാണ് ദാനം. അതായത് നമ്മൾ എല്ലാവരും എവിടെയെങ്കിലുമൊക്കെ ചാരിറ്റി ഡൊണേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലെ? പക്ഷെ നമുക്ക് വേണ്ടാത്തത് ചാരിറ്റി ചെയ്യണേക്കാളും കൂടുതൽ ഒരാൾക്ക് എന്താണോ ആവശ്യം അത് ചാരിറ്റി ചെയ്യുമ്പോഴാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എനിക്ക് കുറെ ഡ്രസ്സ് എനിക്ക് ആവശ്യമില്ല, ഞാൻ ഡൊണേറ്റ് ചെയ്യുകയാണ്. പക്ഷെ ഡൊണേറ്റ് ചെയ്യാൻ പോകുന്ന ആൾക്ക് ശരിക്കും ഡ്രസ്സ് ആയിരിക്കില്ല വേണ്ടത്, ഫുഡ് ആയിരിക്കും വേണ്ടത്. അപ്പം അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ചാരിറ്റി ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന ആ ഒരു ദാനത്തിന് ഒരു വാല്യൂ, ആ ഒരു മീനിങ് ഉണ്ടാവുകയുള്ളൂ. അപ്പം അതാണ് നമ്മൾ ചെയ്യാനുള്ള രണ്ടാമത്തെ കാര്യം. അത് രണ്ടാമത്തെ ദിവസം നമ്മൾ ചെയ്യണം. അപ്പം നമ്മൾ എല്ലാം മറന്ന് നമ്മുടെ അടുത്തുള്ള എല്ലാം നമ്മൾ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ ഡൊണേറ്റ് ചെയ്യാം, ചാരിറ്റി അത് കൊടുക്കണം. ബിക്കോസ് നമ്മൾ ഏൺ ചെയ്യുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല അല്ലെ? നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്, അതിൻ്റെ അടുത്ത് നമുക്ക് ഇനി ആൾക്കാരായിട്ട് ഷെയർ ചെയ്യാം. ആവശ്യമുള്ള ആൾക്കാരോട് നമ്മൾ ഷെയറും ചെയ്യണം. അതായത് രണ്ടാമത്തെ ദിവസം ചെയ്യാനുള്ള കാര്യം. മൂന്നാമത്തെ കാര്യമാണ് അഹിംസ. നമ്മൾ ഭയങ്കരമായിട്ട് ഫെമിലിയർ ആയുള്ള വേർഡാണ്, നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. ഹിംസയുടെ ഓപ്പോസിറ്റ് ആണ് അഹിംസ. അഹിംസ എന്ന് പറഞ്ഞാൽ ശരിക്ക് കത്തിയും തോക്കും കൊടുത്തുള്ള ഇല്ലാണ്ടിരിക്കുകയല്ല അർത്ഥം. പക്ഷെ നമ്മുടെ സംസാരം വെച്ച് ചെയ്യുന്ന നെഗറ്റീവ് തോട്ട്സ്, നമ്മൾ ഒരാളോട് ഇങ്ങനെ പരദൂഷണം പറയുന്നു, അതൊക്കെ ഒരു ടൈപ്പ് ഓഫ് നെഗറ്റീവ് കാര്യമാണ്. അപ്പം നമ്മൾ ഡേ 3, അതായത് മൂന്നാമത്തെ ദിവസം നമ്മൾ ചെയ്യാനുള്ളത് അങ്ങനെയൊന്നും ചെയ്യാണ്ടിരിക്കുക. അപ്പം നമ്മുടെ ബോഡി, നമ്മുടെ മൈൻഡ് ക്ലിയർ ആയി വരും. ഇപ്പൊ നമ്മൾ എന്ത് ആലോചിക്കുകയാണെങ്കിലും നല്ല രീതിയിൽ ആലോചിക്കുള്ളൂ. നമ്മൾ ആരോട് സംസാരിച്ചാൽ പോലും, ഇപ്പൊ ഗോസിപ്പ് ചെയ്യുവാണെങ്കിൽ പോലും അതൊരു നെഗറ്റീവ് രീതിയിലായിരിക്കില്ല. ഒരാളെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ നല്ലത് നോക്കിയിട്ടേ പറയുള്ളൂ. അപ്പം അത് അഹിംസയായി മാറും. പിന്നെ ഡേ 4, അതായത് നാലാമത്തെ ദിവസം നമുക്ക് ചെയ്യാനുള്ളത് ശരിക്കും പ്രാർത്ഥനയും നാമജപം എന്നൊക്കെയാണ്. പക്ഷെ എൻ്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇതൊരു മെഡിറ്റേഷൻ ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരു ദിവസം ചെയ്യാനുണ്ടാവും അല്ലെ? നമുക്കായിട്ടൊരു സമയം കിട്ടില്ല. അപ്പം ആ ഒരു നാമം ചെല്ലണ സമയം അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യണ സമയമായിരിക്കണം നമ്മൾ നാലാമത്തെ ദിവസം ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പം മാക്സിമം നമുക്ക് നല്ല കാര്യങ്ങൾ എഴുതുക, നല്ല കാര്യങ്ങൾ ചിന്തിക്കുക. നമ്മൾ കുറെ നേരം സൈലന്റ് ആയിരുന്ന് നമ്മളൊരു ബഹളമൊന്നും ഇല്ലാത്ത സ്ഥലത്ത് പോയിരിക്കുക. ഇപ്പൊ നാമം ചെല്ലാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഗായത്രി മന്ത്രം ഭയങ്കര പവർഫുൾ ആണെന്ന് പറയും. അങ്ങനെ നമ്മൾ തന്നെ നമുക്ക് പീസ്, നമുക്ക് സമാധാനം കിട്ടുന്ന എന്താണ്, ഇപ്പം നാമം ചൊല്ലിയിട്ടാണോ, മെഡിറ്റേഷൻ ചെയ്തിട്ടാണോ, ചില ആൾക്കാർക്ക് ഒരു ബുക്ക് റീഡ് ചെയ്തിട്ടായിരിക്കാം, ഒരു ബുക്കിൽ ഒരു സ്പെസിഫിക് പാരഗ്രാഫ് റീഡ് ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഒരു ചെറിയൊരു കാര്യം, ഒരു ഇൻസിഡന്റ് ആലോചിച്ചിട്ടായിരിക്കാം. അപ്പം ആ ഒരു കാര്യം നമ്മൾ ഫോക്കസ് ചെയ്യണം. പിന്നെ അഞ്ചാമത്തെ കാര്യമാണ് സേവ. ഇപ്പൊ നമ്മള് സേവ എന്ന് പറയുമ്പോൾ സോഷ്യൽ സർവീസ് എന്നൊക്കെ വിചാരിക്കും, പക്ഷെ അതല്ല. നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതിന് തിരിച്ച് പ്രോഫിറ്റ് ഉണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യാതെ. ഇപ്പം ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, നമുക്ക് കർമ്മം ചെയ്യാനുള്ള അധികാരമുണ്ട്, പക്ഷെ ആ കർമ്മത്തിന് കിട്ടുന്ന പ്രോഫിറ്റ് അതിൽ നമുക്ക് ഒരു കൺട്രോളും ഇല്ല. അപ്പൊ നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ഓണസ്റ്റ് ആയിട്ട് നമ്മൾ ഫുൾ ഹാർട്ടോട് ചെയ്യാം.
തിരിച്ചെന്തെങ്കിലും കിട്ടുമെന്ന് ഒട്ടും ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ഇപ്പം സേവ എന്നിപ്പം ശരിക്ക് പഞ്ചാബി സിഖ് ഗുരുദ്വാരയിലൊക്കെ അവര് സേവ എന്ന് പറയുന്നത് അവിടെ പ്രസാദം ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ആൾക്കാര്. ഒരുപാട് കട്ടിങ് ചോപ്പിംഗ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം ഒരു ഗുരുദ്വാരയിൽ പോയപ്പം സേവ എന്ന് പറയുമ്പം അവിടെ ലേഡീസ് ഇരുന്ന് വെജിറ്റബിൾസ് പീൽ ചെയ്യുക, കട്ട് ചെയ്യുക, പിന്നെ കുറെ ആണുങ്ങള് ഫുഡ് സെർവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. പിന്നെ അത് മാത്രമല്ല ചെരുപ്പ്, നമ്മള് അമ്പലത്തിൽ പോകുമ്പം ചെരുപ്പ് ഊരിയിട്ടിട്ടല്ലേ പോവാ, പക്ഷെ ഇവിടെ ഗുരുദ്വാരയില് ശരിക്ക് നമ്മുടെ ചെരുപ്പ് ആൾക്കാരിങ്ങനെ കൈകൊണ്ട് വെച്ച് എടുത്ത് ഉള്ളിലേക്ക് വെക്കും. സോ അതൊരു ടൈപ്പ് ഓഫ് സേവയാണ്. അവർക്കൊരു മടിയില്ല, നമ്മൾ യൂസ് ചെയ്യുന്ന ചെരുപ്പ് ഭയങ്കര ഹാപ്പി ആയിട്ട് സ്മൈൽ ചെയ്തിട്ട് കൈകൊണ്ട് എടുത്ത് വെക്കുക. അപ്പം അത്രയും അവര് ഹംബിളാണ്, അത്രയും ഒരു എന്താ പറയാ, ഒരു ഈഗോ ഇല്ല. നമ്മളപ്പം എന്ത് ചെയ്താലും അതൊരു സേവ എന്നുള്ള ഒരു കോൺസെപ്റ്റ്, ആ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഭയങ്കര ആവശ്യമാണ്. ഇപ്പം നമ്മളൊരു സ്ട്രീറ്റ് ഡോഗ് ഇല്ലെങ്കിൽ സ്ട്രീറ്റ് ആനിമലിന് പോലും ഫുഡ് കൊടുക്കാൻ പോകുന്നത് നല്ല കാര്യമാണ്. ഇപ്പൊ ചില ആൾക്കാർ വരും, ഓക്കെ ഇവിടെ ഡോഗ്സിന് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എപ്പോഴും വരും, ഇല്ലെങ്കിൽ അത് ഡേർട്ടി ആക്കും എന്നൊക്കെ പറയും. പക്ഷെ നമ്മളത് ചെയ്യുന്ന ആ ഒരു ഇന്റൻഷൻ അത് ട്രൂ ആയിരുന്നു അല്ലെ. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ, ഇപ്പം ബേർഡ്സിന് വെള്ളം കൊടുക്കുന്നത് അത് ഭയങ്കര ചെറിയ കാര്യമാണ്, പക്ഷെ അത് ഭയങ്കര ഒരു എഫക്റ്റ് ഉള്ള കാര്യമാണ്. ഒരു ആവശ്യമുള്ള ആൾക്ക് ഹെൽപ്പ് ചെയ്യുന്നത്, ഇപ്പം റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ വയസ്സായ ആൾക്കാരില്ലെങ്കിൽ ഒട്ടും ഹെൽപ്ലെസ് ആയ ആൾക്കാരെയൊക്കെ ഹെൽപ്പ് ചെയ്യുക, അതൊക്കെ ടൈപ്പ് ഓഫ് സേവ്. അപ്പൊ നമ്മൾ ഈ 5-ാം ദിവസം, അതായത് ഡേ 5, നമ്മുടെ ഈ ചാലഞ്ചിലുള്ള ഡേ 5 നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എത്രത്തോളം നമുക്ക് സേവ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ തന്നെ ഇരുന്ന് ആലോചിക്കുക, ഇന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന്. അപ്പം ആറാമത്തെ എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ്. പറയുമ്പോൾ ഭയങ്കര സിമ്പിൾ ആണ്, പക്ഷെ ഫോർഗിവ്നെസ്, അതായത് ക്ഷമിക്കുക. അപ്പം നമ്മൾ പറയും ഒരാൾ നമ്മളോട് തെറ്റ് ചെയ്തെങ്കിൽ നമ്മൾ ക്ഷമിക്കുക, മറന്നുപോ, അല്ലെങ്കിൽ അത് വിട്ടുകളാന്നൊക്കെ പറയും. പക്ഷെ അത് ഭയങ്കര ഡിഫിക്കൽട്ട്. ഇപ്പം പറയാൻ വേണ്ടി ആൾക്കാർക്ക് പറയാൻ പറ്റും ക്ഷമിക്കുക, പക്ഷെ നമുക്കേ അറിയുള്ളൂ അത് അത്രയും നമുക്ക് ഹേർട്ട് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത്രയും നമുക്ക് ഫീൽ ആയിട്ടുണ്ടാവും. അത്രയും പെട്ടെന്ന് അങ്ങനെ ഫൊഗീവ് ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ. സോ ഇതെനിക്കും ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ കുറെ ട്രൈ ചെയ്തിട്ടുണ്ട്. സോ ബേസിക്കലി നമ്മുടെ ലൈഫിൽ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് കുറെ ആൾക്കാർ വന്ന് നമ്മളോട് എന്തെങ്കിലുമൊക്കെ പറയും. അപ്പൊ ആ സമയത്ത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്കൊന്നും തിരിച്ചു പറയാനും പറ്റില്ല. പക്ഷെ അത് ഭയങ്കരമായിട്ട് ബോദർ ചെയ്യും അല്ലെ. അത് തിരിച്ചു പറയാത്ത കാരണം, നമുക്ക് ആ ഒരു സമയത്ത് ഹെൽപ്ലെസ് ആയ സിറ്റുവേഷൻ ആയ കാരണം അത് ഭയങ്കര ഒരു ലൈഫിൽ ഒരു ട്രോമ പോലെയാണ്. സോ ഫോർഗിവ്നെസ് അതെനിക്കും ഭയങ്കരമായിട്ട് ഒരു വർക്ക് ചെയ്യാനുള്ളൊരു കാര്യമാണ്. ക്ഷമിക്കുക പറയാൻ ഭയങ്കര എളുപ്പമാണ്, അഗൈൻ അത് നമ്മൾ ചെയ്യണം. അതാണ് നമ്മൾ ഡേ 6 ചെയ്യാനുള്ള കാര്യം. പിന്നെ ഇതിൻ്റെതൊക്കെ പാർട്ടായിട്ട് ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഫുഡ്, അതായത് സാത്വിക് ഫുഡ്. നമ്മുടെ ഹിന്ദു ഫിലോസഫിയിലും ആയുർവേദയിലൊക്കെ സാത്വിക് ഫുഡിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത്. അതായത് വെജിറ്റേറിയൻ ഫ്രഷ് ആയിട്ടുള്ള ഫുഡ്, ഇന്നലത്തെ ഫുഡല്ല, ഇന്നുണ്ടാക്കിയ ഫുഡ്, കുറച്ച് ഫുഡ്, ഒട്ടും എരിവും സ്പൈസസ് ഒന്നും ഇല്ലാത്ത ഫുഡ്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, അതിനെയാണ് സാത്വിക് ഫുഡ് എന്ന് പറയുന്നത്. അപ്പം ആ ഫുഡ് കഴിക്കുമ്പം നമ്മുടെ മൈൻഡ് ഭയങ്കര ഫ്രഷ് ആയിരിക്കും. ഇപ്പം എനിക്കറിയാം, ഞാനും കുറേ ജങ്ക് ഫുഡൊക്കെ കഴിച്ച ഒരാളാണ്. അത് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ, അത് കഴിക്കുമ്പോഴാണ് സാറ്റിസ്ഫാക്ഷൻ കൂടുതൽ. നമ്മളിപ്പോൾ ഇത്രയും സ്ട്രെസ്ഫുൾ ഡേ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക, ഒരു പിzzയോ ബർഗറോ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്. പക്ഷേ നമ്മുടെ ബോഡി ഹാപ്പി അല്ല, നമ്മുടെ മൈൻഡ് ഹാപ്പിയാണ്, ബോഡി ഹാപ്പി ആയിരിക്കില്ല. നമുക്ക് പിന്നെ ആയിരിക്കും അതിന്റെ എഫക്റ്റ് ഒക്കെ മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ സാത്വിക് ഫുഡ് അതൊരു കർമ്മ, അതാ നമ്മൾ എന്ത് ചെയ്താലും അതൊരു കർമ്മമാണ്. അപ്പം നമ്മൾ ഫുഡ് കഴിക്കുന്നതും അതൊരു കർമ്മമാണ്. നല്ല ഫുഡ് കഴിച്ചില്ലെങ്കിൽ അതൊരു നെഗറ്റീവ് കാര്യമാണ്. അപ്പം സാത്വിക് ഫുഡ് കഴിക്കുന്നതും നമ്മൾ ചെയ്യാൻ പോകുന്ന ബാഡ് കർമ്മ, അല്ലെങ്കിൽ നമ്മൾ ചെയ്തു പോയ ബാഡ് കർമ്മയെ മാറ്റാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് നമ്മുടെ മൈൻഡ് ക്ലിയർ ആയിരിക്കും, നമ്മുടെ ഫോക്കസ് കൂടും. അപ്പം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നല്ല കാര്യങ്ങളായിരിക്കും. അപ്പം ഇതൊക്കെ ഈ 7 കാര്യങ്ങൾ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ട്. ഒരു ചെറിയ ചെറിയ ലെസൺസ് ആയിട്ട് നമ്മളെ ചെറുപ്പത്തിലേ പഠിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ. പക്ഷെ ഇങ്ങനെ നമ്മൾ എപ്പോഴും കേൾക്കുമ്പോൾ അല്ലെങ്കിൽ എപ്പോഴും വായിക്കുമ്പോഴാണ് ഇനിയും ചെയ്യണം, ഇല്ലെങ്കിൽ ഇനിയും നമ്മൾ ഫോക്കസ് ചെയ്യണം, ഇല്ലെങ്കിൽ അയ്യോ അത് വിട്ടുപോയല്ലോ എന്നൊക്കെ നമുക്കൊരു ഓർമ്മ വരുന്നത്. അങ്ങനത്തെ ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു ഈ വീഡിയോ. എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു, ബൈ.